പ്രൊഡക്റ്റും ഇല്ല, ഒരു ക്ലയന്റും ഇല്ല. അങ്ങനെ കോടികൾ ഫണ്ട് എടുത്ത കുറെ സ്റ്റാർട്ടപ്സ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. 1.25 കോടി രൂപ ഫണ്ട് എടുത്ത നമ്മുടെ കൊല്ലത്തുള്ള ശ്രീകുട്ടന്റെ ബ്ലോക്ക് ക്വാണ്ടം എന്ന് പറയുന്ന കമ്പനി ഇതിന്റെ ഒരു ഉദാഹരണമാണ്. അതുപോലെ ഈ അടുത്ത് 16,000 കോടി രൂപ ഫണ്ട് എടുത്തിട്ടുള്ള ഒരു ഇസ്രായേൽക്കാരനാണ് ഇല്യ സത്സ്കീവർ എന്ന് പറയുന്ന വ്യക്തി. ഇനി എങ്ങനെയാണ് ഇവന്മാർക്ക് ഇതൊക്കെ കിട്ടുന്നതും കൂടെ പറഞ്ഞുതരാം. ആദ്യത്തേത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന മേഖലയിലെ ഡെവലപ്മെന്റിനും, രണ്ടാമത് പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റിനൊക്കെയാണ്. ഫുള്ളി ഇന്നോവേറ്റീവ്. ഇതിലെ ഫൗണ്ടേഴ്സിന്റെ ഹിസ്റ്ററി ചെറുതല്ല. ശ്രീകുട്ടന്റെ കോ ഫൗണ്ടർ അജയ് പട്ടേൽ, ഈസ് ഫ്രം ഗുജറാത്ത് ആൻഡ് പുള്ളി പഠിച്ചിറങ്ങിയതാണെന്നുണ്ടെങ്കിൽ കാനഡയിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റി ടൊറാന്റോയിലാണ്. വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള കമ്പനികളും ഹൈ പ്രൊഫൈലാണ്. ഇനി നേരത്തെ പറഞ്ഞ ആ ഇസ്രായേൽക്കാരൻ ഇല്യ സത്സ്കീവർ വേറെ ആരുമല്ല, ഓപ്പൺ എഐയുടെ മുൻ ചീഫ് എഞ്ചിനീയർ ആണ്. ഐഡിയേഷൻ സ്റ്റേജിലൊക്കെ ഇതുപോലെ ഫണ്ട് കിട്ടുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഒരു വലിയ ഉത്തരവാണ് ഹൗ ക്യാൻ ട്രസ്റ്റ് ദ ഫൗണ്ടേഴ്സ് ആൻഡ് ദ ടീം. അവരുടെ ഹിസ്റ്ററി വലിയ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഞാൻ വിശ്വസിക്കുന്ന വേറൊരു കാര്യമുണ്ട്. എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും നല്ല പൊട്ടൻഷ്യൽ ടീമിനെ ലീഡ് ചെയ്യാൻ പറ്റുന്ന നല്ല വിഷണറീസ് ആയിട്ടുള്ള ഏത് പ്രോബ്ലത്തിനെയും ഭംഗിയായി സോൾവ് ചെയ്യുന്ന ഒരു വിഷൻ മാപ്പുള്ള എന്റർപ്രണേഴ്സ്, ഫൗണ്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ്സ്.